ഇറാനെ ചുറ്റിപ്പറ്റിയാണ് ലോകം. ഇറാന്റെ നയങ്ങളും നിലപാടുകളും മാത്രമാണ് യാഥാർത്ഥ്യമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിലും പ്രതിഫലിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിപ്പറയുകയും നിലപാടിൽ മാറ്റം വരുത്തുകയും അതല്ല അത് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ ഇറാൻ കൃത്യതയോട് കൂടി ചില നിലപാടുകൾ പറയുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം വന്നാൽ ആക്രമിക്കാൻ വേണ്ടി സഹായിക്കുന്ന രാജ്യങ്ങളെ തങ്ങൾ തിരിച്ച് അതേ നാണയത്തിൽ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, തലക്ക് തല എന്ന തരത്തിൽ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി 4ാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്ന ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇറാന്റെ യുദ്ധം അതിപ്പോഴും അതിൻ്റെ സമ്പൂർണ്ണത കൈവരിച്ചു കൊണ്ട് തന്നെ തുടരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ്. അത് പ്രമുഖ അമേരിക്കയുടെ ടെക് കമ്പനികൾക്കെതിരെ IRGC പുതിയൊരു ഭീഷണി മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് അതിശയിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്തും സജീവമായി ഇലക്ട്രിക്കൽ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടും ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന കമ്പനികളാണ് എന്നൊരു പ്രത്യേകത. അതിന് പകരക്കാരില്ല എന്നതിനാൽ തന്നെ ഇതിനൊരു മുറിവേൽക്കുന്ന സമയത്ത് അത് രാജ്യഭരണ സംവിധാനത്തെ പോലും സാരമായിട്ട് ബാധിക്കും. ആ തരത്തിൽ IRGC എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പാണ് പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. തങ്ങളുടെ ആത്മീയ നേതാക്കളെയും സൈനിക മേധാവികളെയും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള അമേരിക്കയുടെ ടെക് കമ്പനികൾ നിർണായകമായിരിക്കുന്ന പങ്കുവച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല 18 ആഗോള കമ്പനികൾക്കെതിരെയാണ് ഇറാൻ ഇപ്പോൾ പുതിയൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പല തരത്തിലുള്ള രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ ഇവർക്ക് സാധിക്കുകയും അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ആയത്തുള്ള അലി ഖംനായി അടക്കമുള്ള ലോകത്തിലെ തങ്ങളുടെ ആത്മീയ നേതാവിനെ പോലും കൊലപ്പെടുത്തുന്നതിൽ ഇവർക്ക് പങ്കാളിത്തമുണ്ട്. പുതിയൊരു അന്വേഷണ കമ്മീഷൻ ഇറാൻ വെക്കുകയും ആ അന്വേഷണ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അതിൽ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ IRGC പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പനികൾ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇസ്രായേലിനും അമേരിക്കയും വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്തു. ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടതും ട്രാക്ക് ചെയ്തതും ഈ കമ്പനികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ട്രാക്ക് ചെയ്യാനും കമ്പനികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കമ്പനികൾക്ക് ഈ പറയപ്പെട്ട കമ്പനികൾക്കെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി കൊടുത്തത് എല്ലാ കാലത്തും അമേരിക്കയാണ്. ഇപ്പോൾ അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു നിയന്ത്രണത്തിലായതുകൊണ്ട് അല്ലെ നിയന്ത്രണത്തിലാണ് എന്നതിനാൽ അമേരിക്കയും ഇസ്രായേലും പറയുന്ന കാര്യങ്ങളാണ് അപ്പടെ അവർ സ്വീകരിക്കപ്പെട്ടത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ വളരെ കൃത്യതയോടുകൂടി ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. മിഡിൽ ഈസ്റ്റിലെ അവരുടെ അതായത് ഈ പറയപ്പെട്ട കമ്പനിയുടെ ലക്ഷ്യത്തെ തങ്ങൾ ആക്രമിക്കുന്നതാണ്. അതോടുകൂടി മിഡിൽ ഈസ്റ്റ് മറ്റൊരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുകൂടി വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുവരെ കേൾക്കുകയും അറിയുകയും ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് പുതിയൊരു ഭീഷണി. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെയും അറേബ്യൻ രാജ്യങ്ങളുടെയും സംയുക്തമായിട്ടുള്ള അവരുടെ ഈ എണ്ണപ്പാടങ്ങൾ പോലെ അല്ലെങ്കിൽ റിഫൈനറി പോലെ, വൈദ്യുത മേഖല പോലെ, ബിസിനസ് മേഖല പോലെ, വിദ്യാഭ്യാസ മേഖല പോലെയുള്ള കാര്യത്തെയാണ് ആക്രമിച്ചത്. അതിന് നേരെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എങ്കിൽ ഇപ്പോൾ അത് തലതിരിഞ്ഞ് പോവുകയാണ്. മറ്റൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 18 കമ്പനികളോടും ജീവനക്കാരോടും രാജ്യം വിടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ്. അത്രയും കമ്പനികൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നത്. നേതാക്കളെ ലക്ഷ്യമിടാൻ വേണ്ടി ഈ കമ്പനികൾ വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാൻ്റെ നേതാക്കന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യക്കപ്പുറം അതോടുകൂടി AI സാങ്കേതിക വിദ്യയെ കൂടി ചേർത്ത് കൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തി ഒപ്പിച്ചത്. അപ്പോൾ ഈ ട്രാഫിക് ക്യാമറകൾ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്തു. അതിലേക്ക് AI സാങ്കേതിക വിദ്യ പ്രയോഗിച്ചു. ചില ഒറ്റുകാർ അവർക്ക് സഹായം ചെയ്തു നൽകി. അങ്ങനെ ഇവരിൽ നിന്ന് ഉരുത്തിരിയപ്പെട്ട പ്രദേശങ്ങളും അവിടുത്തെ രാഷ്ട്ര നേതാക്കന്മാർ ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു.
അങ്ങനെ എന്ത് ചെയ്തു? അതിൻ്റെ വിവരങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നൽകി. അവർക്ക് വളരെ എളുപ്പത്തിൽ തങ്ങളുടെ നേതാക്കളെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാതെ ഏതൊക്കെ കമ്പനികളാണ് എത്രത്തോളം മുറിവേൽക്കുന്ന രീതിയിലേക്കാണ് യുദ്ധത്തിൻ്റെ കാഠിന്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കമ്പനിയുടെ പേര് അവർ പറയുന്നത് ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ഒറാക്കിൾ, ഇൻറ്റൽ, IBM, സിസ്കോ, ഡെല്ല്, HP, പ്ലാന്റിർ, എൻവിഡിയ, ടെസ്റ്റ, ബോയിങ്, JP മോർഗൻ ചേസ്, ജനറൽ ഇലക്ട്രോണിക്, ആൽഫബറ്റ്, ടെക് ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് 18 കമ്പനി. ഇതിൽ ഒരു രീതിയിൽ മർമ്മപ്രധാനമാക്കപ്പെട്ട എല്ലാ കമ്പനികളും എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 18 കമ്പനിയും പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുടെ തൊഴിലാളികളോട്, ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടവരോട് രാജ്യം വിടണം, അടച്ചു പൂട്ടണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് യുദ്ധത്തിന് രീതി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ മറ്റൊരു രീതി പറയുന്നത് ഇങ്ങനെയാണ്: സമാനമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു യുദ്ധത്തോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകിയത്. നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് അമേരിക്കക്കാരെ പുറത്താക്കണം, അവർക്ക് നിങ്ങൾ സുരക്ഷ നൽകാൻ പാടില്ല, അവർ നിങ്ങളുടെ രാജ്യത്ത് നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കത് ഭീഷണിയാണ്. അപ്പോൾ അവർ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കും, ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ പോകും, ഇനി അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഞങ്ങൾ തിരിച്ചടിക്കാൻ നിങ്ങളെ ആയിരിക്കും. ആ മുന്നറിയിപ്പ് വെറും ഒരു വാക്കായിട്ട് മാത്രമാണ് ലോകരാജ്യങ്ങൾ എടുത്തത്. ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കുക വലിയ വെറുതെ പറയാണ് എന്നൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഇറാൻ വാക്ക് പാലിച്ചു. ആ വാക്ക് പാലിച്ചതാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവതലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ യുദ്ധത്തിന് വലിയ രീതിയിലുള്ള മുറിപ്പാടുണ്ടാകും. അമേരിക്ക ഇതിന് സംരക്ഷണം നൽകും, സുരക്ഷിതത്വം നൽകും എന്നൊക്കെ പറഞ്ഞു. അതിന് സുരക്ഷിതത്വം നൽകുന്ന അമേരിക്കയുടെ സൈനികർക്ക് ആര് സുരക്ഷിതത്വം നൽകും എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ അമേരിക്കയുടെ ഈ എംബസിയോ കോൺസുലേറ്റോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പ്രവർത്തിക്കുന്നില്ല. ഒറ്റപ്പെട്ട ജീവനക്കാർ, അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട സൈനികരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒളിത്താവളങ്ങളിൽ താമസിക്കുന്ന പോലെയാണ്. ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, അവിടുത്തെ പൗരന്മാരുടെ ഏതെങ്കിലും താമസ സ്ഥലത്ത് അമേരിക്കക്കാരെ നിങ്ങൾ താമസിപ്പിച്ചാൽ ആ മേഖല കേന്ദ്രീകരിച്ചു തങ്ങൾ ആക്രമിക്കും. മനുഷ്യ കവചമാക്കി അമേരിക്കക്കാർ നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അഥവാ അവർ ഏറ്റവും നല്ല VVIP ലോഞ്ചിലാണ് താമസിച്ചത്. ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലിൽ ബന്ധപ്പെട്ട മേഖലയൊക്കെ അമേരിക്കക്കാർ താമസിക്കും. ആ മേഖലയിൽ നിങ്ങൾ എല്ലാം അവർ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്താ പറയുക, ഹോട്ടൽ തന്നെ ആക്രമിക്കുക. ബഹ്റൈനിലെ ഒരു ഹോട്ടൽ തകർക്കപ്പെട്ടത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കക്കാർ താമസിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിട്ടാണ് ആ ഹോട്ടൽ തകർത്തത്. ഒരുപാട് ആൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്ഥിരീകരണ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഒക്കെ മരിച്ചത് അമേരിക്കക്കാരാണെന്നാണ് പറയുന്നത്. സമാനമായ രീതിയിൽ മറ്റ് പല മേഖല ഉണ്ടാവുന്ന അറിഞ്ഞതോടുകൂടി എന്ത് ചെയ്തു? അമേരിക്കക്കാർ ഇത്തരം മേഖലയിൽ നിന്നെല്ലാം താമസം ഒഴിവാക്കി. അപ്പോൾ വലിയ ഹോട്ടലിൽ അതേപോലെ തന്നെ കമ്പനിയുടെ മാനേജർ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന അമേരിക്കക്കാർക്ക് വലിയ വലിയ വീടുകളൊക്കെ വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ വലിയ വലിയ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് ആളുകൾ കാണാത്ത രീതിയിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അമേരിക്കയുടെ പൗരന്മാർ അറേബ്യൻ രാജ്യങ്ങളിൽ ആവുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ രാജ്യം വിടണം. കംനായെ പോലും വധിക്കപ്പെട്ടതിൽ ഈ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കല്ലോ ആ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പ്രതിസ്ഥാനത്താണ്. അപ്പോൾ AI സാറ്റലൈറ്റ് ഡാറ്റ സംവിധാനങ്ങളെല്ലാം പുതിയ ടെക്നോളജിയിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലിലും സൈനിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തു നൽകാറുണ്ട്, ഇപ്പോഴും നൽകുന്നു. അപ്പോൾ നമ്മൾ വിശ്വസിക്കപ്പെടുന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, നമ്മളെ ശമ്പളം വാങ്ങിക്കൊണ്ട്, നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമ്മളെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനമാണ് അമേരിക്കക്കാർ പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുള്ളത്. ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഇതിനു മുൻപ് തന്നെ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സഖ്യകക്ഷി ആയിരുന്നു ഇറാഖ്. യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖിനെതിരെ ആയിരുന്നു അമേരിക്കയുടെ നിലപാട്. അങ്ങനെ സഖ്യകക്ഷിയായിരിക്കുന്ന അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തിക മുതൽ മുടക്കിൽ ഓരോരോ രാജ്യത്തും പ്രവർത്തിക്കുന്നു. അതാത് രാജ്യത്ത് സേവനം നടത്തുന്ന ഗവൺമെൻറ്റിന് ഈ പറയപ്പെട്ട ആപ്പിൾ, ഗൂഗിൾ പോലെയുള്ള സംവിധാനങ്ങൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ഒറാക്കിൾ പോലെയുള്ള സംവിധാനങ്ങളെല്ലാം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
അപ്പോൾ അവരുടെ ആ സ്ഥാപനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം തന്നെ ആടി ഉലയും എന്ന കാര്യം സംശയമില്ല. ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത് മൗസാണ് എന്ന് പറയുന്ന പോലെ ലോകത്ത് ഇൻ്റർനെറ്റ് ഇല്ലാതെ, കമ്പ്യൂട്ടർ സംവിധാനങ്ങളില്ലാതെ, ഈ പറയപ്പെട്ട ഗൂഗിൾ സംവിധാനമില്ലാതെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനത്തിന് തകർച്ച ഉണ്ടാകുന്ന സമയത്ത് രാജ്യഭരണത്തെ അത് സാരമായിട്ട് ബാധിക്കും. ഇതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ രൂപം ഉണ്ടാക്കാൻ പോലും യഥാർത്ഥത്തിൽ സാധിക്കാത്ത വിധമാണ് ഇറാൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഭീഷണി എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്.